വെൽക്കം ബാക്ക് ടു Onevestor. ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 1.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ 1.5 വർഷം കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് 150 യൂണീക്ക് ടോപ്പിക്സും ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ട്സും പേഴ്സണൽ ഫിനാൻസും ഇതെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ടോപ്പിക്സുമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് വരുന്ന ക്വയറീസിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡോ അല്ലെങ്കിൽ സ്റ്റോക്സ് റിലേറ്റഡോ ആണ്. സോ എൻഡ് ഓഫ് ദി ഡേ എല്ലാവർക്കും ഒരേ കാര്യം തന്നെയാണ് അറിയേണ്ടത്. അതായത് ഇപ്പം ഏത് സ്റ്റോക്കാണ് വാങ്ങിക്കേണ്ടത് അല്ലെങ്കിൽ XYZ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി എൻ്റെ വ്യൂ എന്താണെന്നുള്ളതുമാണ് മിക്കവർക്കും അറിയേണ്ടത്. ആക്ച്വലി എല്ലാ ആഴ്ചയിലോ അല്ലെങ്കിൽ എല്ലാ മാസമോ കുറച്ച് സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഈസിയാണ്. ഫോർ ഇൻസ്റ്റൻസ് ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡ്സിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സായ സെറോദയും അപ്സ്റ്റോക്സ് ഒക്കെ ഞാൻ റിവ്യൂ ചെയ്തിരുന്നു. സോ അവരുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഡെമോ ചെയ്യാനായിട്ട് ഞാൻ കുറേ സ്റ്റോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ആ സ്റ്റോക്സിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20% അപ്പാണ്. ഞാൻ ആ സ്റ്റോക്സ് ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത് ഏകദേശം ഒരു മാസം മുമ്പാണ്. സോ ഒരു മാസം കൊണ്ട് 20% റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് റിട്ടേൺ തന്നെയാണ്. ആ സ്റ്റോക്സ് ഒന്നും തന്നെ ഞാൻ റാൻഡമായിട്ടോ അല്ലെങ്കിൽ ഒരു ലക്ക് കൊണ്ടോ സെലക്ട് ചെയ്തതല്ല. ആ സമയത്ത് മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിലായിരുന്നു. സോ മാർക്കറ്റ് റീകവർ ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്റ്റോക്സ് ഒക്കെ ബൗൺസ് ചെയ്യും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് അത് വാങ്ങിച്ചത്. സോ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനായിരുന്നെങ്കിൽ ആ സ്റ്റോക്സ് ഒക്കെ തന്നെ നിങ്ങളോടും വാങ്ങിക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മാനിഫെസ്റ്റോയ്ക്കകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ചാനൽ വഴി നിങ്ങൾക്ക് സ്റ്റോക്ക് ടിപ്സോ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസോ പ്രൊവൈഡ് ചെയ്യത്തില്ല എന്നുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് എപ്പിസോഡിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ എപ്പിസോഡോ അല്ലെങ്കിൽ എൻ്റെ മാനിഫെസ്റ്റോ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ആ എപ്പിസോഡ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 6 മാസമോ അല്ലെങ്കിൽ 6 വർഷമോ കഴിഞ്ഞിട്ട് എത്ര രൂപയായിരിക്കും എന്നുള്ളത് ഒരാൾക്കും എന്തുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ ആർക്ക് വേണേലും ഏതൊരു സ്റ്റോക്കിനെ പറ്റിയും ഗസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് പറയാം 100 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് 6 മാസം കഴിഞ്ഞിട്ട് 200 രൂപയാവുമെന്ന്. ഇനിയും വേറൊരാൾക്ക് പറയാൻ പറ്റും അതേ സ്റ്റോക്ക് 6 മാസം കഴിഞ്ഞിട്ട് 50 രൂപയാവുമെന്ന്. അതൊരാൾക്ക് ഒരു റാൻഡം ടാർഗറ്റ് ആയിട്ട് വേണേലും പറയാം, അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസോ ഫണ്ടമെന്റൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് വേണേലും പറയാൻ പറ്റും. ആ ടാർഗറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പം ഏതൊരു സ്റ്റോക്ക് എടുത്താലും ആർക്ക് വേണേലും ആ സ്റ്റോക്ക് പ്രൈസിന് ഒരു ലോങ് ടേം ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഫണ്ടമെന്റൽ അനാലിസിസോ ടെക്നിക്കൽ അനാലിസിസോ യൂസ് ചെയ്താൽ മതി. സോ ഇന്നത്തെ എപ്പിസോഡ് ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ചുള്ളതാണ്. ആക്ച്വലി എൻ്റെ അപ്കമിംഗ് ഫ്യൂ എപ്പിസോഡ്സ് എല്ലാം തന്നെയും ഫണ്ടമെന്റൽ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ന്യൂസ് ചാനൽസിലൊക്കെ ഫ്രീക്വൻ്റ്ലി കണ്ടിട്ടുണ്ടായിരിക്കാം ഫണ്ടമെന്റലി സൗണ്ട് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുക അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യുക എന്നൊക്കെ. ഫണ്ടമെന്റൽ അനാലിസിസിൻ്റെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു ക്വിക്ക് കമ്പാരിസൺ ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് എപ്പിസോഡിനകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലാണ്. അതായത് നമ്മളൊരു കമ്പനിയുടെ മാനേജ്മെൻറ്റിനെയും അവരുടെ ബിസിനസ്സിനെയും അവരുടെ ഇൻഡസ്ട്രിയും അതുപോലെ അവരുടെ ഫൈനാൻഷ്യൽസിനെയും നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ടെക്നിക്കൽ അനാലിസിസ് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മാത്രമേ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ പ്രൈസ് യൂസ് ചെയ്ത് നമ്മൾ ചാർട്ട്സും പാറ്റേൺസ് ഒക്കെ ബിൽഡ് ചെയ്യും. അത് ബേസ് ചെയ്തിട്ട് ആ സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുന്നതിനാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസിനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. സോ ഫണ്ടമെന്റൽ അനാലിസിസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ് ലോങ് ടേമിലത്തേക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ ലോങ് ടേമിലേക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങിക്കുന്ന സ്റ്റോക്കുകളുടെ ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. പക്ഷേ അങ്ങനെ പിക്ക് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ലോങ് ടേം റിസ്ക് എന്ന് പറയുന്നത് ലോ ആണ്. ഇനി ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അത് ബിഗിനേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ള ഇൻവെസ്റ്റേഴ്സിനും ഈക്വലി യൂസ്ഫുൾ ആണ്. ഇനി ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്താൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഡേറ്റ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ആ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്സിൽ നിന്നും അതുപോലെ ഡിഫറെൻറ്റ് ഫൈനാൻഷ്യൽ വെബ്സൈറ്റ്സിൽ നിന്നും അതുപോലെ ആ കമ്പനിയും ആ ഇൻഡസ്ട്രിയും ബേസ് ചെയ്തിട്ടുള്ള ന്യൂസിൽ നിന്നാണ്. ഫണ്ടമെന്റൽ അനാലിസിസിൽ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സും ഉണ്ട്. ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിനെയും ഇൻഡസ്ട്രിയും ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫണ്ടമെന്റൽ ഫാക്ടേഴ്സാണ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സാണ്. ക്വാളിറ്റേറ്റീവ് ഫണ്ടമെന്റൽ അനാലിസിസിന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റയെല്ലാം ഓരോ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്സിൽ നിന്നും അതുപോലെ ഡിഫറെൻറ്റ് ഫൈനാൻഷ്യൽ പോർട്ടൽസിൽ നിന്നും അതുപോലെ ആ കമ്പനിയെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസിൽ നിന്നും നമുക്ക് കിട്ടാവുന്നതാണ്. ക്വാളിറ്റേറ്റീവ് ഫണ്ടമെന്റൽസിൽ ഇത്രയും ഫാക്ടേഴ്സാണ് വരുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻ്റ് ആണ്. അതായത് നമ്മളൊരു കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുമ്പോഴത്തേക്ക് അതിൻ്റെ മാനേജ്മെൻറ്റ് ആരാണെന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. സോ പ്രൊമോട്ടേഴ്സ് ആരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ എത്തിക്സ് എങ്ങനെയാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നൊക്കെയാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആ കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവർണൻസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് അവരെടുക്കുന്ന ഡിഫറെൻറ്റ് ഡിസിഷൻസും പോളിസീസും ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കമ്പനി അതിൻ്റെ പ്രൊമോട്ടേഴ്സിനും ഡയറക്ടേഴ്സിനും ഒക്കെ കൊടുക്കുന്ന സാലറിയും ബോണസിനെ കുറിച്ചൊക്കെയാണ്. സോ ഒരു കമ്പനി ഇപ്പം അതിൻ്റെ ഡയറക്ടേഴ്സിന് അവർ അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് സിഗ്നലാണ്. അടുത്തത് ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുവാണോ ഡിക്രീസ് ചെയ്യുവാണോ എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് ഒരു ലൈഫ് ടൈം ഹൈയിലെത്തുമ്പോഴത്തേക്ക് ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർസ് എക്സിറ്റ് ചെയ്യുവാണോ അതോ അവർ കൂടുതൽ വാങ്ങിക്കുവാണോ എന്നുള്ളതാണ് പിന്നെ ചെക്ക് ചെയ്യുന്നത്. മാത്രമല്ല ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും ചെക്ക് ചെയ്യണം.
അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്ന റിസൾട്ട് ഇപ്പോൾ നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് അതിന് മുമ്പേ മൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു കമ്പനി നെഗറ്റീവ് റിസൾട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ തന്നെ ആ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ABC എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് നാളെയാണ്, പക്ഷേ ഇന്നിപ്പോൾ ആ സ്റ്റോക്ക് 10% ഡൗണുമാണ്, പ്രത്യേകിച്ച് ന്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് അതൊരു നെഗറ്റീവ് റിസൾട്ടുമാണ്, പക്ഷേ സ്റ്റോക്ക് ഇന്ന് തന്നെ റിയാക്റ്റും ചെയ്തു. അതിനർത്ഥം ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നാണ്. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല. അതുപോലെ ആ കമ്പനി എടുക്കുന്ന ഓരോ ഡിസിഷൻസും ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെയാണ് ഒരു കമ്പനി ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ഫണ്ടമെൻ്റൽസിൽ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ബിസിനസ് മോഡലാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണെന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ ആ കമ്പനിക്ക് എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഒരു കമ്പനിയുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് റീകോളോ പ്രൈസിംഗ് പവറോ മാർക്കറ്റ് ഷെയറോ ഇതൊക്കെ ആവാം. ബ്രാൻഡ് റീകോൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഇറക്കുന്ന പ്രോഡക്ട്സിൻ്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് എത്ര പോപ്പുലർ ആണെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ടൂത്ത് പേസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേരെന്ന് പറയുന്നത് കോൾഗേറ്റ് ആണ്. ഇനി പ്രൈസിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഇറക്കുന്ന പ്രോഡക്ട്സിൻ്റെ പ്രൈസ് അവരിപ്പം കൂട്ടുകയാണെങ്കിൽ അപ്പോഴും ആൾക്കാർ അവരുടെ പ്രോഡക്ട്സ് വാങ്ങിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ്. പ്രൈസിംഗ് പവറിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ആപ്പിൾ. അവരവരുടെ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് കൂട്ടുമ്പോഴും അവരുടെ കസ്റ്റമേഴ്സ് അവരുടെ കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ് വാങ്ങിക്കാതെ അവരുടെ പ്രോഡക്ട്സ് തന്നെയാണ് വാങ്ങിക്കുന്നത്. അതാണ് ഒരു കമ്പനിയുടെ പ്രൈസിംഗ് പവർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു കമ്പനിയുടെ അടുത്ത കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നെസ്ലിയുടെ മാഗി എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ഫണ്ടമെൻ്റൽസിൽ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ടോപ്പ് ഷെയർ ഹോൾഡേഴ്സ് ആരാണെന്നുള്ളതും അതുപോലെ ആ കമ്പനിയിൽ FIIസും DIIസും അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുവാണോ ഡിക്രീസ് ചെയ്യുവാണോ എന്നുള്ളതാണ്. ഇനി ഒരു കമ്പനിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഡിഫറെൻറ്റ് ഫൈനാൻഷ്യൽ റേഷ്യോസും പിന്നെ അവരുടെ ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും അവരുടെ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണ്, അതുപോലെ ആ കമ്പനി ഡിവിഡൻസ് പേ ചെയ്യുന്നുണ്ടോ റെഗുലറായിട്ട് എന്നൊക്കെയാണ്. ഇനി എന്തിനാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ അതിന് 3 റീസണാണ് ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ സ്റ്റോക്ക് ID കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കണോ വേണ്ട എന്ന് ഡിസൈഡ് ചെയ്യാൻ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫണ്ടമെൻ്റൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സമയത്ത് ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് ചേഞ്ച് ആവുകയാണെങ്കിൽ ആ പ്രൊഡിക്ഷൻ ഇൻകറക്റ്റും ആയിരിക്കും. ഇനി ഒരു സെക്ടറിൽ മൾട്ടിപ്പിൾ സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ലൊരെണ്ണം പിക്ക് ചെയ്യാനും ഫണ്ടമെൻ്റൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. ഇനി ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ലോങ് ടേമിൽ മുകളിലോട്ട് പോകുന്നുള്ളതാണ്. പക്ഷേ ആ ലോങ് ടേം എന്ന് പറയുന്നത് 10-20 വർഷമായിരിക്കാം. അതിനുള്ളിൽ ഒരു 5 വർഷം ചിലപ്പോൾ ആ സ്റ്റോക്ക് താഴോട്ടായിരിക്കാം പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പം 0 റിട്ടേൺസ് ആയിരിക്കാം. പക്ഷേ ലോങ് ടേമിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മുകളിലോട്ട് പോകുന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇൻഫോസിസും പേജ് ഇൻഡസ്ട്രീസും ഐഷർ മോട്ടോഴ്സും ഹിന്ദുസ്ഥാൻ യൂണിലിവറും നെസ്ലയും റിലയൻസും MRF ഒക്കെ. ഇൻഫോസിസും ഹിന്ദുസ്ഥാൻ യൂണിലിവറൊക്കെ 2000 മുതൽ 2010 വരെ FD റിട്ടേൺസ് പോലും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു ഹ്യൂജ് റിട്ടേൺ ആണ് പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ പേജ് ഇൻഡസ്ട്രീസും ഐഷർ മോട്ടോഴ്സൊക്കെ ആണെങ്കിൽ 2015 ശേഷം നെഗറ്റീവ് റിട്ടേൺസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ 2 കമ്പനീസും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. ഇനി ഫണ്ടമെൻ്റലി വീക്കായിട്ടുള്ളൊരു കമ്പനിയാണെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ലോങ് ടേമിൽ താഴോട്ട് തന്നെയായിരിക്കും പോകുന്നത്. അതും കുറേ വർഷം കൊണ്ടായിരിക്കും സംഭവിക്കുന്നത്. അതിനിടയിൽ ആ സ്റ്റോക്ക് മൾട്ടിപ്പിൾ ടൈംസ് ബൗൺസ് ചെയ്ത് കാണുമായിരിക്കും. ചിലപ്പം 100%, 200% റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തിട്ടും ഉണ്ടായിരിക്കാം. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് സുസ്ലോണും JP അസോസിയേറ്റും റിലയൻസ് കമ്മ്യൂണിക്കേഷൻസും യൂണിറ്റെക് ഒക്കെ. ഈ സ്റ്റോക്കൊക്കെ അതിൻ്റെ ഓൾ ടൈം ഹൈന്ന് 90% കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 100%, 200% റിട്ടേൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. അതിനുശേഷമാണ് ഈ സ്റ്റോക്കൊക്കെ പെന്നി സ്റ്റോക്സ് ആയത്. ഇനി ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ലോങ് ടേമിൽ മുകളിലോട്ടും താഴോട്ടും പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ബിസിനസ് സൈക്കിൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ഒരു കമ്പനിയുടെ ബിസിനസ് സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ് ഹീറോ ഹോണ്ടയുടെ ബിസിനസ് സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അവരുടെ ഏർലി ഫേസിൽ അവർ കുറച്ച് ബൈക്സ് ലോഞ്ച് ചെയ്യും, എന്നിട്ട് അത് മാർക്കറ്റ് ചെയ്യും. സോ ആ ബൈക്സിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ കമ്പനി ഒരു ഗ്രോത്ത് ഫേസിലായിരിക്കും. സോ ഗ്രോത്ത് ഫേസിലാവുമ്പോഴത്തേക്ക് ആ കമ്പനി 10,000 ബൈക്സ് ആയിരുന്നേക്കാം ആദ്യം മാനുഫാക്ചർ ചെയ്തത്. അത് പിന്നെ 20,000 ആകും, 25,000 ആകും, 50,000 ആകും, പിന്നെ 1,00,000 ആകുമായിരിക്കും. അങ്ങനെ 1,00,000 ആകുമ്പോഴായിരിക്കാം ആ സൈക്കിളിൻ്റെ ഒരു പീക്ക് എന്ന് പറയുന്നത്. അതായത് 1,00,000 ബൈക്സ് വരെ അവർ മാനുഫാക്ചർ ചെയ്തപ്പോഴത്തേക്ക് അതെല്ലാം വിറ്റുപോയി. പക്ഷേ അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് ബൈക്സിൻ്റെ ഡിമാൻഡ് താന്നു, കാരണം എക്കോണമിയിൽ ഒരു റിസഷൻ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർ ഒരു വർഷം 1,00,000 എന്നുള്ളത് 90,000 ആക്കി, പിന്നെ 75,000 ആക്കി, പിന്നെ 50,000 ആക്കി, അങ്ങനെ താന്ന് 25,000 വരെ എത്തി. പക്ഷേ 25,000 എത്തിയപ്പോഴത്തേക്ക് ഡിമാൻഡ് സപ്ലൈയും കൂടെ മാച്ചായി.
ആയി. അതായത് ഇപ്പം ഒരു വർഷം എക്കോണമിയിൽ 25,000 ബൈക്സിൻ്റെ മാത്രമേ ഡിമാൻഡ് ഉള്ളൂ. സോ ആ ഒരു സ്റ്റേജാണ് ഈ ഗ്രാഫിൽ ട്രഫ് എന്ന് പറയുന്നത്. സോ അതിനുശേഷം പിന്നെ എക്കോണമിയിൽ ഒരു റീകവറി വന്നു. സോ എക്കോണമി റീകവർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരുടെ ബൈക്സിൻ്റെ ഡിമാൻഡും കൂടി. സോ ആനുവലി അവരുടെ ബൈക്സിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 25,000 നിന്ന് 35,000 ആക്കി, 50,000 ആക്കി, 75,000 ആക്കി, പിന്നെയും 1 lakh വരെ തിരിച്ചു വന്നു. പക്ഷേ എക്കോണമി വീണ്ടും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് വീണ്ടും സപ്ലൈയും ഡിമാൻഡും കൂടെ മാച്ച് ആവാതായി. അതായത് ഇപ്പോൾ അവർ 1,00,000 ബൈക്സ് ആയിരുന്നു മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മാർക്കറ്റിൽ 1,50,000 ബൈക്കിനുള്ള ഡിമാൻഡുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർ എക്സ്പാൻഡ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്ഷൻ 1,50,000 ബൈക്സ് ആക്കി. സോ അത് പിന്നെയും എക്കോണമി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവർ ചിലപ്പം 1.5 എന്നുള്ളത് 2.5 എത്തുമായിരിക്കും. അപ്പോഴായിരിക്കും അടുത്തൊരു പീക്ക് എത്തുന്നത്. ഇതാണ് ഒരു ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു ബിസിനസ് സൈക്കിൾ അനുസരിച്ച് തന്നെയായിരിക്കും ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസും മൂവ് ചെയ്യുന്നത്. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി ഒരു റിസഷൻ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ആ റിസഷനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ആ കമ്പനിയുടെ ഫ്യൂച്ചർ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾസ് ആണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സും മൈക്രോമാക്സും ബ്ലാക്ക്ബെറിയും മൈസ്പേസും ഒക്കെ. ഈ കമ്പനീസൊക്കെ അവരുടെ ഇൻഡസ്ട്രിയിലെ മാർക്കറ്റ് ലീഡേഴ്സ് തന്നെയായിരുന്നു. പക്ഷേ അവർ ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്യാഞ്ഞുകൊണ്ടാണ് പിന്നെ ഫെയിലായി പോയതോ അല്ലെങ്കിൽ പിന്നെ ഗ്രോത്ത് ഇല്ലാതെ പോയതും. പക്ഷേ ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്ത കമ്പനീസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ആപ്പിളും മൈക്രോസോഫ്റ്റും നെറ്റ്ഫ്ലിക്സും ആമസോണൊക്കെ. ആപ്പിൾ എന്ന് പറയുന്നത് 98-ൽ ഓൾമോസ്റ്റ് ബാങ്ക്രപ്റ്റ് ആയ കമ്പനിയായിരുന്നു. പക്ഷേ അതിൽ നിന്നാണ് പിന്നെ അവർ കയറി വന്നത്. ഇനി മൈക്രോസോഫ്റ്റ് ആണെങ്കിൽ അവരുടെ മേജർ റവന്യൂ എന്ന് പറയുന്നത് വിൻഡോസും ഓഫീസ് സോഫ്റ്റ്വെയറും ആയിരുന്നു. പക്ഷേ ഇന്നിപ്പം ആ രണ്ട് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ മെയിൻ ബിസിനസ്സിൻ്റെ ഒരു പാർട്ട് മാത്രമേ ആവുന്നുള്ളൂ. അതുപോലെ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത് DVD റെൻ്റൽ സൈറ്റായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ട്രെൻഡ് അനുസരിച്ച് അവരിപ്പം സ്ട്രീമിങ്ങിലോട്ട് മൂവ് ചെയ്തു. അതുപോലെ ആമസോൺ ആണെങ്കിലും അവർ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഓൺലൈൻ ബുക്ക് ഷോപ്പായിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ അവരൊരു റീറ്റെയിൽ ജയൻ്റായിട്ട് മാറുമായിരുന്നു. മാത്രമല്ല അവരും ട്രെൻഡ് അനുസരിച്ച് തന്നെ മൂവ് ചെയ്തു. അവരുടെ ഈ ഇ-കൊമേഴ്സ് ബിസിനസ്സിനേക്കാളും പ്രോഫിറ്റബിൾ ബിസിനസ്സാണ് അവരുടെ ക്ലൗഡ് ബിസിനസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതേപോലത്തെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അത് ഞാൻ എൻ്റെ ഒരു ഫ്യൂച്ചർ എപ്പിസോഡിൻ്റെ അകത്ത് പറയുന്നതായിരിക്കും. ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ആദ്യം പഠിക്കേണ്ടത്. സോ എൻ്റെ അപ്കമിങ് എപ്പിസോഡ്സിൽ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടേംസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ എൻ്റെ അപ്കമിങ് എപ്പിസോഡ്സ് ആ ഓർഡർ അനുസരിച്ച് തന്നെ കാണുക. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.